നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇപ്പോഴിതാ ന്യൂയോർക്ക് ടൈംസും വാഷിംഗ്ടൺ പോസ്റ്റും ഒക്കെ കാണുമ്പോൾ നമുക്കും ഏറെ സന്തോഷം തോന്നും. ഇന്ത്യ ചെറിയ നിരത്തല്ല പാകിസ്ഥാനിൽ നടത്തിയത്. സന്തോഷം കൊണ്ട് ട്രംപിനിരിക്കാൻ വയ്യ. അതാണിപ്പോഴത്തെ അവസ്ഥ. കാരണം ഇന്ത്യ നിരത്തിയത് ചൈനീസ് യുദ്ധോപകരണങ്ങളെയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ ഭീകരകേന്ദ്രങ്ങൾ എങ്ങനെ തകർത്തു എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഉപഗ്രഹ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. മസൂദ് അസറിന്റെ അടിത്തറ മാന്തി എന്ന് മാത്രമല്ല, ഭീകരതാവളങ്ങൾ ഇന്ത്യ പൂർണ്ണമായി അടിച്ചു തകർത്തു. എന്നാൽ അതിനേക്കാളേറെ നമുക്ക് സന്തോഷിക്കാൻ മറ്റ് ചില വകകൾ കൂടി ഈ ആക്രമണത്തിലുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ പ്രതികരിക്കാൻ കഴിയാതെ വിറങ്ങലിച്ചു നിൽക്കുന്ന പാകിസ്ഥാന്റെ കഥയാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത്. ഒപ്പം തകർത്തു വീണ ചൈനീസ് പ്രതിരോധത്തിന്റെ കഥയും. ഇന്ത്യയുടേത് തന്ത്രപരമായ നീക്കമായിരുന്നു. ISRO ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു. പാകിസ്ഥാനെ ഉറ്റുനോക്കുന്ന 10 ചാര ഉപഗ്രഹങ്ങൾ. അതെ, ഇന്ത്യ അത്ര നിസ്സാരക്കാരല്ല എന്ന് ലോകത്തിന് ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒടുവിൽ ആണവ കേന്ദ്രത്തിൻ്റെ അടപ്പ് തെറിപ്പിച്ചപ്പോൾ പാകിസ്ഥാൻ അമേരിക്കയുടെ കാലിൽ വീണത്. ഇതുവരെ പാകിസ്ഥാൻ ഇന്ത്യയെ നോക്കി വെല്ലുവിളിച്ചതും കുരച്ചതുമൊക്കെ ചൈന നൽകിയ യുദ്ധോപകരണങ്ങളുടെ ബലത്തിലായിരുന്നു. എന്നാൽ അതൊക്കെ വെറും ആക്രിയാണ് എന്ന് ഇന്ത്യ തെളിയിക്കുക മാത്രമല്ല, എങ്ങനെ ഏറ്റവും ആധുനികമായ നിലയിൽ ഒരു രാജ്യത്തെ കടന്നാക്രമിക്കണം എന്ന് പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഇന്ത്യക്ക് ചൈനീസ് സാങ്കേതിക വിദ്യയെ നിഷ്പ്രയാസം പൊളിച്ചെടുക്കാൻ കഴിഞ്ഞത്? ലോകത്തിലെ യുദ്ധവിദഗ്ധർ ഇപ്പോൾ പ്രത്യേക പഠന വിഷയമാക്കുന്നു ഇത്. ഇന്ത്യയുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലുമായി പാകിസ്ഥാൻ ചൈനീസ് വ്യോമ പ്രതിരോധം ശക്തമായി ഒരുക്കി എന്ന ധാരണയിലായിരുന്നു. അവിടെ ചൈന നൽകിയ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ശക്തിയിലാണ് പാകിസ്ഥാൻ നിരന്തരം ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ തുടക്കത്തിൽ തന്നെ ചൈന നൽകിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മുഴുവൻ നിശ്ചലമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ കണ്ടെത്താൻ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധത്തിന് കഴിയാതെ പോയി. തുടർന്ന് 23 മിനിറ്റ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ നടന്നത് ഏകപക്ഷീയമായ ആക്രമണം. ഇന്ത്യ തുടക്കത്തിൽ തന്നെ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ജാം ചെയ്തു. പിന്നീട് ആ വ്യോമ പ്രതിരോധ സംവിധാനത്തിലെ റഡാറുകൾക്ക് നേരെയുള്ള ആക്രമണം. എന്താണ് സംഭവിക്കുന്നത് എന്ന് പാകിസ്ഥാന് മനസ്സിലായില്ല. പാകിസ്ഥാന് ചൈന നൽകിയ സാങ്കേതിക വിദ്യകളെക്കാൾ മികച്ചതാണ് ഇന്ത്യ പ്രാദേശികമായി വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ സാങ്കേതിക സംവിധാനങ്ങളെന്ന് പാകിസ്ഥാന് ബോധ്യപ്പെട്ടു. തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആകാശ് മിസൈൽ പോലുള്ള സംവിധാനങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് ഇന്ത്യയുടെ സുദർശൻ ചക്ര, റഷ്യ നൽകിയ S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിനൊപ്പം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സംവിധാനങ്ങൾ, ഇസ്രയേലുമായി ചേർന്ന് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ബറാക്ക് 8 വ്യോമ പ്രതിരോധ സംവിധാനം. വിവിധ പാളികളുള്ള വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഒരു കുട പോലെ ഇന്ത്യയെ സുരക്ഷിതമാക്കി നിർത്തിയത്. മറുവശത്ത് ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൊടിയിടയ്ക്കുള്ളിൽ നിശ്ചലമായി തൊട്ടു പിന്നാലെ റഡാറുകൾ ഇന്ത്യ ആക്രമിച്ച് തകർത്തു. പിന്നീട് ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യൻ മിസൈലുകൾ. ഇന്ത്യൻ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയുടെ നേർക്ക് പാകിസ്ഥാൻ അയച്ചത് ചൈനീസ് PL-15 മിസൈലുകളും തുർക്കിയുടെ ഡ്രോണുകളും. എന്നാൽ തുർക്കിയുടെ ഡ്രോണുകൾ പൂർണ്ണമായി ആക്രമിച്ച് തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. പാകിസ്ഥാൻ അയച്ച മിസൈലുകളാവട്ടെ ഒന്നും നിലം തൊട്ടില്ല. ഗത്യന്തരമില്ലാതെയാണ് 2 ദിവസങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ സാക്ഷാൽ ഫത്ത മിസൈൽ ഇന്ത്യയിലേക്ക് പ്രയോഗിച്ചത്. ദില്ലി ലക്ഷ്യമാക്കിയാണ് ഫത്ത മിസൈൽ തൊടുത്തതെങ്കിലും ഇന്ത്യയുടെ സിർസയിൽ വെച്ച് അവനെ അടിച്ച് നിലം പരിശാക്കി. ഏറെ മികച്ചവയെന്ന് കരുതി ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സംവിധാനങ്ങൾ ഒന്നൊന്നായി തകർന്നു വീഴുന്ന കാഴ്ച. മറുവശത്ത് ഇന്ത്യ അടിച്ചു മിന്നിക്കുന്നു. ഇതിനിടയിൽ പാകിസ്ഥാനിൽ ഉയർന്ന നിലവിളി. തികച്ചും ഒരു ഇലക്ട്രോണിക് വാറാണ് നടന്നത് എന്ന് ലോകം ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നു. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഇന്ത്യയുടെ ആക്രമണം. ഓപ്പറേഷൻ സിന്ദൂർ വെറുമൊരു സൈനിക ആക്രമണം മാത്രമായിരുന്നില്ല, മറിച്ച് ഇന്ത്യ ആസൂത്രിതമായി നടത്തിയ പാകിസ്ഥാന്റെ ചങ്ക് പിളർക്കുന്ന ഓപ്പറേഷനായിരുന്നു. സാങ്കേതിക വിദ്യയുടെ തികവ്. യുദ്ധ സാഹചര്യങ്ങളിൽ എത്രത്തോളം സാങ്കേതിക വിദ്യ ഫലപ്രദമാണ് എന്ന് ഇന്ത്യ ഒരിക്കൽ കൂടി ലോകത്തിന് കാട്ടിക്കൊടുത്തു. സാധാരണ ഇത്തരം ആക്രമണ ശൈലികൾ പിന്തുടരുന്നത് ഇസ്രയേലാണ്. എന്നാൽ ഇസ്രയേലിനൊപ്പം മികവുറ്റ ഒരാക്രമണ തന്ത്രം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇന്ത്യക്ക് വ്യക്തമായ മേൽക്കൈ നേടാൻ കഴിഞ്ഞുവെന്ന് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസും വാഷിംഗ്ടൺ പോസ്റ്റും അടിവരയിട്ട് പറയുന്നു.
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഒട്ടും പിന്തുണയ്ക്കാത്ത ന്യൂയോർക്ക് ടൈംസ് പോലും ഇന്ത്യ ഈ യുദ്ധത്തിൽ വിജയിച്ചു എന്ന് അടിവരയിട്ട് പറയുന്നു. 4 ദിവസങ്ങളോളം നീണ്ടുനിന്ന ആക്രമണത്തിൻ്റെയും പ്രത്യാക്രമണത്തിൻ്റെയും ഉപഗ്രഹ ചിത്രങ്ങൾ അടക്കമാണ് ഇപ്പോൾ വിദേശ മാധ്യമങ്ങൾ വിശദമായ റിപ്പോർട്ടുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിനൊരു കാര്യം ബോധ്യമായി, ഇന്ത്യ അത്ര നിസ്സാരക്കാരല്ല. പാകിസ്ഥാന്റെ സൈനിക സൗകര്യങ്ങളും വ്യോമത്താവളങ്ങളുമൊക്കെ ആക്രമിച്ച് തകർത്തതിൻ്റെ ഉപഗ്രഹ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ സേനയ്ക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് വ്യക്തം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തെ ലോകരാജ്യങ്ങൾ കണ്ടത് 2 ആണവായുധ ശക്തിയുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷമെന്ന നിലയ്ക്കാണ്. എന്നാൽ പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ ആക്രമണം നടത്തി എന്ന് ലോകമാധ്യമങ്ങൾ പൂർണ്ണമായി തങ്ങളുടെ വാർത്തകളിൽ സ്ഥിരീകരിക്കുന്നു. ആണവ കേന്ദ്രത്തിൻ്റെ വാതിൽ അടിച്ചു തകർത്തതോടെ അവർ ഭയവിഹുലരായി. സംഗതി പാകിസ്ഥാനിൽ തന്നെ ആണവ വികിരണങ്ങൾ പടരുന്നു എന്ന ഭീതി. തുടർന്നാണ് പാകിസ്ഥാൻ അമേരിക്കയുടെ കാലിൽ വീണതും സംഗതി കൈവിട്ടു പോകും എന്ന് അമേരിക്ക ഭയന്നതും. തുടർന്ന് അമേരിക്ക തന്നെ അടിയന്തരമായ ആണവശാസ്ത്രജ്ഞരെ പാകിസ്ഥാനിലേക്ക് അയച്ചു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ വിദേശ മാധ്യമങ്ങൾ ശരിവയ്ക്കുന്നു. തികച്ചും ശക്തമായ ഹൈടെക് യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ച കാഴ്ച. എന്നാൽ വിജയിച്ച ഇന്ത്യ എന്തിനു പെട്ടെന്ന് സംഘർഷത്തിൽ നിന്ന് പിന്മാറി എന്ന ചോദ്യം ഇന്ത്യയിൽ തന്നെ ഉയർന്നു. ഇവിടെയാണ് തന്ത്രപരമായ ഇന്ത്യയുടെ നീക്കം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ പിന്തുണ പൂർണ്ണമായി നേടിയെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അതിൻ്റെ തുടർചലനങ്ങൾ ഇപ്പോൾ കാശ്മീരിൽ ദൃശ്യമാണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്കുള്ളിൽ അവിടെ യമപുരിക്ക് അയച്ചത് 3 ഭീകരരെയാണ്. ഇനിയും നിരവധി ഭീകരർ ഇന്ത്യൻ തോക്കിൻ കുഴലിന് മുന്നിൽ നിശ്ചലരാകും എന്നതിൽ സംശയം വേണ്ട. പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ ഇപ്പോൾ ഭയവിഹ്വലതയിലാണ്. പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നും പുറത്തുവരുന്ന തെറ്റായ വിവരങ്ങളുടെയും തെറ്റായ അവകാശവാദങ്ങളുടെയും പ്രളയത്തിനിടയിലാണ് ഇപ്പോൾ സത്യം മറനീക്കി പുറത്തേക്ക് വരുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലെ മാധ്യമങ്ങളും അമേരിക്കൻ മാധ്യമങ്ങളുമൊക്കെ അടിവരയിട്ട് പറയുന്നു, ഈ യുദ്ധത്തിൽ വിജയിച്ചത് പൂർണ്ണമായി ഇന്ത്യ തന്നെ. പാകിസ്ഥാന്റെ സൈനിക ആസ്തികൾക്ക് കാര്യമായ കേടുപാടുണ്ടാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. എന്നാൽ ഇന്ത്യയുടെ സൈനിക ആസ്തികൾക്ക് ഒരുവിധ തകരാറും സംഭവിച്ചില്ല. ദീർഘദൂര ഡ്രോണുകൾ മുതൽ ഗൈഡഡ് മിസൈലുകൾ വരെ കൃത്യമായി തൊടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ മികവ് ഇന്ത്യ കാട്ടിക്കൊടുത്തു. ഇന്ത്യയുടെ ആക്രമണങ്ങൾ പാകിസ്ഥാനിലെ പ്രധാന വ്യോമത്താവളങ്ങളായ നൂർഖാൻ, യഹീംയാർ ഖാൻ എന്നിവയെ ലക്ഷ്യം വെച്ചായിരുന്നു. അവ പൂർണ്ണ വിജയം കണ്ടു. ഇപ്പോഴിതാ ഉപഗ്രഹ ചിത്രങ്ങൾ വിലയിരുത്തുമ്പോൾ ശത്രു റഡാറുകളും മിസൈൽ സംവിധാനങ്ങളും ഉൾപ്പെടെ ഉയർന്ന മൂല്യമുള്ള പല സംവിധാനങ്ങളും ഇന്ത്യ തകർത്തതിൻ്റെ നേർചിത്രങ്ങളാണ് പുറത്തു വരുന്നത്. സൂയിസൈഡ് ഡ്രോണുകൾ അല്ലെങ്കിൽ കാമിക്കേസ് ഡ്രോണുകൾ എന്നറിയപ്പെടുന്ന ഇസ്രയേൽ ഇന്ത്യക്ക് നൽകിയ ഹറോപ്പ് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ശക്തമായ ആക്രമണം. ശത്രു ലക്ഷ്യങ്ങൾ ഒന്നൊന്നായി നിർവീര്യമാക്കുക മാത്രമല്ല അടിച്ചു തകർക്കുകയായിരുന്നു ഇന്ത്യ. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം എന്തുകൊണ്ട് തകർന്നു എന്ന ചോദ്യം ഇപ്പോൾ പാകിസ്ഥാനിൽ ശക്തമാണ്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകാൻ ചൈനയ്ക്ക് പോലും കഴിയുന്നില്ല. ചൈനയിൽ നിന്നും ഇനിയും വ്യോമ പ്രതിരോധ സംവിധാനത്തിനായി പാകിസ്ഥാൻ ആശ്രയിച്ചാൽ അത് ആത്മഹത്യാപരമായിരിക്കുമെന്ന പാകിസ്ഥാനിൽ തന്നെ ചർച്ചകൾ ഉയരുന്നു. ചൈനീസ് നിർമ്മിത PL-15 മിസൈലുകൾ ഇഹ അഥവാ ഈഹാവ് എന്നറിയപ്പെടുന്ന തുർക്കി നിർമ്മിത ഡ്രോണുകൾ, ഇവയാണ് പാകിസ്ഥാൻ ഏറ്റവും വലിയ വിന വരുത്തി വെച്ചത്. ഇവയൊന്നും ഫലപ്രദമല്ല എന്ന് പാകിസ്ഥാന് ബോധ്യപ്പെട്ടു. എങ്കിലും തുടരെ ഡ്രോണുകൾ അയച്ചുകൊണ്ട് ഇന്ത്യ അലോസരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ തുടർന്നിരുന്നു. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ഭീകരതയോടുള്ള ഇന്ത്യയുടെ പ്രതികരണം കൃത്യമാണ്. മനഃപൂർവ്വം കൃത്യതയുള്ളത് തന്ത്രപരം എന്ന് ഇന്ത്യ വിശേഷിപ്പിക്കുന്നു. ഇനിയും ഇത്തരം ആക്രമണങ്ങൾ തുടരുമെന്ന് ഇക്കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അടിവരയിട്ട് പറഞ്ഞിരുന്നു. ഭീകരരെ മുച്ചൂട് മുടിച്ച് ഇന്ത്യ അടങ്ങൂ എന്ന വാശിയിലാണ്. അതിന്റെ തുടർചലനങ്ങൾ ഇപ്പോൾ കാശ്മീരിൽ പ്രകടമാണ്. കാശ്മീരിലെ ഭീകരവാദികളെ തുടച്ചു നീക്കിയിട്ടേ ഇനി സുരക്ഷാ സേന പിൻവാങ്ങൂ എന്ന് സൈന്യം ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു. പുൽവാമ ജില്ലയിൽ നാദിർ ഗ്രാമത്തിൽ ഇന്ന് പുലർച്ചെയുണ്ടായ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ കൂടി ഇന്ത്യ വധിച്ചു. 48 മണിക്കൂറിനിടയിൽ ജമ്മു കാശ്മീരിൽ നടക്കുന്ന 2ാമത്തെ ഏറ്റുമുട്ടൽ. ചൊവ്വാഴ്ച പുലർച്ചെയും സൈന്യവുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് 3 ഭീകരരാണ്. ഭീകരർക്ക് ഇനി ഇന്ത്യയിൽ സ്ഥാനമില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കി കൊടുക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിലും പിന്നാലെ ഉണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിലും UN സുരക്ഷാ സമിതിക്ക് വിശദമായ തെളിവ് കൈമാറാൻ തയ്യാറാണ് എന്ന് ഇന്ത്യ അറിയിച്ചു. ഇതിനായി ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ഉടൻ അയക്കും. അംബാസിഡർ P. ഹരീഷാകും UN സുരക്ഷാ സമിതിയിലേക്കുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുക. ലോകത്തിനു മുന്നിൽ കൃത്യമായ തെളിവുകൾ നൽകാം എന്ന് ഇന്ത്യ തീർത്തു പറയുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ തവിടുപൊടിയാക്കിയത് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമാണ്.
മസൂദ് അസറിന്റെ ബന്ധപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും ഒക്കെ കൊല്ലപ്പെട്ടു. ഇപ്പോഴിതാ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന് പാക് സർക്കാരിൽ നിന്നും കോടികൾ നഷ്ടപരിഹാരം ലഭിച്ചേക്കുമെന്ന വാർത്തകൾ പുറത്തുവരുന്നു. ഇന്ത്യൻ കടന്നാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമടക്കം പൂർണ്ണമായി തകർന്നിരുന്നു. ഭീകരരുടെ കബറടക്ക ചടങ്ങിൽ പാക് സൈന്യത്തിലെ ഉന്നതരടക്കം പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ ഇന്ത്യ ലോകത്തിനു മുന്നിൽ സമർപ്പിച്ചിരുന്നു. ഇന്ത്യയുടെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടവരുടെ നിയമപരമായ അവകാശികൾക്ക് 1 കോടി വീതം നഷ്ടപരിഹാരം നൽകാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തീരുമാനമെടുത്തു. ഇതിന്റെ ഭാഗമായി മസൂദ് അസറിനും നഷ്ടപരിഹാരം ലഭിക്കും. ഇന്ത്യൻ തിരിച്ചടിയിൽ കനത്ത നഷ്ടമാണ് മസൂദ് അസറിന് സംഭവിച്ചിരിക്കുന്നത്. മസൂദ് അസറിന്റെ മൂത്ത സഹോദരിയും ഭർത്താവും ഉൾപ്പെടെ 14 പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനമായ ബഹാവൽപൂരിയിലെ ജാമിയ മസ്ജിദ് സുബ്ഹാൻ ആയിരുന്നു ഇന്ത്യയുടെ മുഖ്യ ആക്രമണ ലക്ഷ്യം. ലാഹോറിൽ നിന്നും 400 കിലോമീറ്റർ അകലെ. അവിടെ പാക് സേനയുടെയും പാക് പോലീസിന്റെയും സുരക്ഷിതത്വത്തിൽ ഒപ്പം തീവ്രവാദികൾ ചുറ്റും നിരന്ന് വലിയ സുരക്ഷാ കവചത്തിനുള്ളിലാണ് ജെയ്ഷെ മുഹമ്മദ് തലവൻ ഒളിച്ചിരുന്നത്. ഇപ്പോഴിതാ അയാളുടെ കുടുംബത്തിലെ 5 കുട്ടികളും മരണപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ഇന്ത്യക്കെതിരെ ഇനിയും തീവ്രവാദി ആക്രമണങ്ങൾക്ക് ശ്രമിച്ചാൽ ഏത് പാകിസ്ഥാന്റെ കോട്ടയ്ക്കുള്ളിൽ ഒളിച്ചിരുന്നാലും ഇന്ത്യ തവിടുപൊടിയാക്കും എന്നതിന്റെ കൃത്യമായ സൂചന. അതിന്റെ തെളിവുകളടക്കം ലോകത്തിനു മുന്നിൽ നെഞ്ചുപിരിച്ചു നിൽക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി. തൊട്ടപ്പുറത്ത് അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമൊക്കെ ഇപ്പോഴും പരിപൂർണ പിന്തുണയുമായി ഇന്ത്യക്കൊപ്പം. അവിടെയാണ് തീവ്രവാദികൾ തലകുനിച്ച് വീഴുന്നത്. നേരെ നിന്നാൽ തോക്കിന് മുന്നിലാണ് തങ്ങളുടെ ജീവിതമെന്ന് അവർ തിരിച്ചറിയുന്നു. ഇത് ഇന്ത്യയുടെ കരുത്ത് തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.